ഹായ് ഹലോ നമസ്കാരം. എൻ ബി ബയോളജി ക്ലാസ്സസിൻ്റെ മറ്റൊരു വീഡിയോ ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട ഭാഗങ്ങളാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാമത്തെ ക്വസ്റ്റ്യനായ ബയോകെമിക്കൽ അനാലിസിസിലെ ടെസ്റ്റ് ഫോർ സ്റ്റാർച്ച്. നമുക്ക് തന്നിരിക്കുന്ന സാമ്പിൾ സൊല്യൂഷനിൽ സ്റ്റാർച്ച് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നേരെ 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ 10ാമത്തെ ക്വസ്റ്റ്യൻ എത്തിയിരിക്കുന്നു. 2 sample solution A and B are given. Identify the sample with glucose or protein or starch. Write procedure and result. നമുക്ക് ടെസ്റ്റ് ട്യൂബിൽ നമുക്ക് 2 ടെസ്റ്റ് ട്യൂബ് തന്നിരിക്കും. ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ പേര് എ എന്നും ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ പേര് ബി എന്നും. അതിനകത്തൊരു സൊല്യൂഷൻ നമുക്ക് ലാബിൽ വെച്ച് തന്നിരിക്കും. അതിനകത്ത് ഗ്ലൂക്കോസ് ആണോ പ്രോട്ടീൻ ആണോ സ്റ്റാർച്ച് ആണോ, അതായത് ആ ടെസ്റ്റ് ട്യൂബിൽ ഏതിലാണ് ഗ്ലൂക്കോസ്, ഏതിലാണ് പ്രോട്ടീൻ, ഏതിലാണ് സ്റ്റാർച്ച് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പ്രൊസീജിയർ എഴുതണം, റിസൾട്ട് എഴുതണം. ഇതാണ് എക്സാമിന് ചോദിക്കുക. അപ്പോൾ നമുക്ക് 2 ടെസ്റ്റ് ട്യൂബ് തന്നിരിക്കും. 2 ടെസ്റ്റ് ട്യൂബ് നമുക്ക് തന്നിരിക്കും. അപ്പോൾ നമുക്ക് 2 ടെസ്റ്റ് ട്യൂബ് നമുക്ക് തന്നിരിക്കും. ടെസ്റ്റ് ട്യൂബ് എ ഉണ്ടാവും, ടെസ്റ്റ് ട്യൂബ് ബി ഉണ്ടാവും. നമ്മളോട് ആദ്യം പറയും ഇങ്ങനെ ടിക്കിട്ടോളൂ ഗ്ലൂക്കോസ് എന്ന് പറയും. എക്സാം ഹാളിൽ നിങ്ങളുടെ സ്കൂളിൽ എക്സ്റ്റേണൽ ആയിട്ട് വന്ന അധ്യാപകൻ പറയും ടിക്കിട്ടോളൂ ഗ്ലൂക്കോസ്. അപ്പോൾ നമ്മൾ എയിലാണോ ബിയിലാണോ ഗ്ലൂക്കോസ് എന്ന് കണ്ടെത്തണം. കെമിസ്ട്രിയിൽ നമ്മൾ ഗ്ലൂക്കോസ് ആണ്, കെമിസ്ട്രിയുടെ ലാബിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഏത് സോൾട്ടാന്ന് കണ്ടെത്തണം അല്ലേ. ഇത് നമുക്ക് ഓൾറെഡി തരും, ഇതിനകത്തിൽ ഏതിലോ ഒന്നിൽ ഗ്ലൂക്കോസ് ഉണ്ട്, അത് ഏതിലാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. ചിലപ്പോൾ നിങ്ങളോട് പറയും ടിക്കിട്ടുള്ളൂ പ്രോട്ടീൻ. അപ്പോൾ തന്നിരിക്കുന്ന ടെസ്റ്റ് ട്യൂബ് എയിലോ ബിയിലോ ഏതിലോ ഒന്നിൽ എന്തുണ്ട്, പ്രോട്ടീൻ ഉണ്ട്, അത് നിങ്ങൾ കണ്ടെത്തണം. ചിലപ്പോൾ എന്ത് ചെയ്യും, സ്റ്റാർച്ച് ടിക്കിടാൻ പറയും. അപ്പോൾ ടെസ്റ്റ് ട്യൂബ് എയിലോ ബിയിലോ ഏതിലോ ഒന്നിൽ എന്തുണ്ട്, സ്റ്റാർച്ച് ഉണ്ട്, അത് കണ്ടെത്തണം. സോ ഓൾറെഡി നമുക്ക് തന്നിരിക്കും. ചിലപ്പോൾ അത് ഗ്ലൂക്കോസ് ആകാം, ചിലപ്പോൾ പ്രോട്ടീൻ ആകാം, ചിലപ്പോൾ സ്റ്റാർച്ച് ആകാം. ഇതിൽ ഏതിലോ ഒന്നുണ്ട്, അത് കണ്ടെത്തണം. അതാണ് എക്സാമിന് ചോദിക്കുക എന്ന് പറയുന്നത്. 10ാമത്തെ ഓർ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 2 urine sample A and B are given. Identify the presence of albumin in the sample. Write the procedure and result. നിങ്ങൾക്ക് 2 ടെസ്റ്റ് ട്യൂബ് തന്നിരിക്കും. ടെസ്റ്റ് ട്യൂബിൻ്റെ പേര് ഒന്ന് ടെസ്റ്റ് ട്യൂബ് എ, ഒന്നിൻ്റെ പേര് ടെസ്റ്റ് ട്യൂബ് ബി. ടെസ്റ്റ് ട്യൂബ് എ, ടെസ്റ്റ് ട്യൂബ് ബി. ഇതിൽ രണ്ടിലും യൂറിൻ സാമ്പിൾ തന്നിട്ടുണ്ട്, അതായത് മൂത്രം തന്നിട്ടുണ്ട്. ഇതിൽ ഏതിലോ ഒന്നിൽ ആൽബുമിൻ ഉണ്ട്. ആദ്യമേ മനസ്സിലാക്കുക, ആൽബുമിൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ആണ്. അപ്പോൾ പ്രോട്ടീൻ്റെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഏതിലാണോ പ്രോട്ടീൻ്റെ റിസൾട്ട് കിട്ടുന്നത് അതിൽ ആൽബുമിൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പം ഈ ടെസ്റ്റ് മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയും, പ്രസൻസ് ഓഫ് ആൽബുമിൻ ഇൻ ദ സാമ്പിൾ യൂറിൻ എന്നുള്ളത് കണ്ടെത്താൻ കഴിയും. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോൾ 2ാമത്തെ ക്വസ്റ്റ്യൻ ആൽബുമിൻ ആണ് കണ്ടെത്തേണ്ടതെങ്കിൽ തന്നിരിക്കുന്ന യൂറിൻ സാമ്പിൾ എയിലോ ബിയിലോ ആൽബുമിൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതിൻ്റെ ടെസ്റ്റ് ചെയ്താൽ മതി, പ്രോട്ടീൻ്റെ ടെസ്റ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ്. നമുക്ക് ഓരോന്നിലേക്ക് കടക്കാം. ഓക്കെ, 3ാമത്തെ നോക്കൂ. 2 urine sample A and B are given. Identify the urine of the diabetic patient. ഡയബറ്റിക് പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രമേഹ രോഗിയാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ മൂത്രത്തിലൂടെ ധാരാളം എന്ത് പോകുന്നു, ഗ്ലൂക്കോസ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 2 urine sample നമുക്ക് വീണ്ടും 2 ടെസ്റ്റ് ട്യൂബ് തന്നു. ടെസ്റ്റ് ട്യൂബ് എ തന്നു, ടെസ്റ്റ് ട്യൂബ് ബി തന്നു. ഇത് രണ്ടിലും യൂറിൻ ഉണ്ട്, മൂത്രമുണ്ട്. ഈ മൂത്രത്തിനകത്ത് ഏതാണ് ഡയബറ്റിക് പേഷ്യൻ്റ് എന്ന് കണ്ടെത്തണം. അപ്പോൾ നമ്മൾ ആ യൂറിനകത്ത് ഗ്ലൂക്കോസ് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഏതിനാ ടെസ്റ്റ് ചെയ്താൽ മതി, ഗ്ലൂക്കോസിൻ്റെ. അപ്പോൾ ഈ ടെസ്റ്റ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതിന് ഉത്തരം ചെയ്യാൻ കഴിയും, ഇതിനും ഉത്തരം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. നിങ്ങൾ ഇത് എക്സ്പെരിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് ലഭിക്കും. അതിൻ്റെ പ്രൊസീജിയർ എഴുതി കഴിഞ്ഞാൽ 1/2 മാർക്ക് ലഭിക്കും. റിസൾട്ട് എഴുതി കഴിഞ്ഞാൽ 1/2 മാർക്ക് ലഭിക്കും. റിസൾട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒക്കെ ചെയ്ത് കാണിച്ചു കൊടുത്ത് നമ്മൾ എഴുതാൻ വിട്ടുപോകും റിസൾട്ട്. എന്ത്, സാമ്പിൾ എ കണ്ടെയ്ൻ ഗ്ലൂക്കോസ്, സാമ്പിൾ ബി കണ്ടെയ്ൻ സ്റ്റാർച്ച്, അങ്ങനെ എഴുതാൻ വിട്ടുപോകും. അത് വിട്ടുപോയാൽ 1/2 മാർക്ക് പോകും. അങ്ങനെ മൊത്തം 2 മാർക്കാണ് ഇതിന്. അപ്പോൾ നമുക്ക് നേരെ 1ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നോക്കൂ, ആ ക്വസ്റ്റ്യൻ നിങ്ങളുടെ സ്ക്രീനിൽ വന്നിരിക്കുന്നു. 2 sample solution A and B are given. Identify the sample with glucose or protein or starch. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളോട് ടിക്കിടാൻ പറയുന്നു. നിങ്ങളുടെ എക്സ്റ്റേണൽ എക്സാമിന് ഞാനാണ് വന്നതെന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ടിക്കിടൂ സ്റ്റാർച്ച് എന്ന് ടിക്കിടൂ എന്ന് പറയും. അപ്പോൾ നിങ്ങളെല്ലാവരും സ്റ്റാർച്ച് ടിക്കിട്ടു. അപ്പോൾ നിങ്ങൾ എന്ത് കണ്ടെത്തണം, തന്നിരിക്കുന്ന സാമ്പിൾ എയിലോ സാമ്പിൾ ബിയിലോ സ്റ്റാർച്ച് ഉണ്ട്, അത് നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൻ്റെ പ്രൊസീജിയറും റിസൾട്ട് എഴുതണം. അപ്പോൾ ഇത് ഗ്ലൂക്കോസ് ആണോ പ്രോട്ടീൻ ആണോ നോക്കണം. നിങ്ങൾ എന്തുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി, സ്റ്റാർച്ച് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ അത് എങ്ങനെ ചെയ്യും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെ എഴുതും മനസ്സിലാക്കുക. എന്നിട്ട് റിസൾട്ട് എങ്ങനെ എഴുതും നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെസ്റ്റ് ഫോർ സ്റ്റാർച്ച്. ഓക്കെ, എങ്ങനെ നമുക്ക് സ്റ്റാർച്ചിനെ ടെസ്റ്റ് ഇടും. നമുക്കറിയാം 2 ടെസ്റ്റ് ട്യൂബ് നമുക്ക് തന്നിരിക്കും അല്ലേ. ഏതൊക്കെ ടെസ്റ്റ് ട്യൂബ് ഉണ്ടാവും, ടെസ്റ്റ് ട്യൂബ് എ തന്നിരിക്കുന്നു,
ടെസ്റ്റ് ട്യൂബ്. ബി തന്നിരിക്കുന്നു. എ ആകാം ബി ആകാം. ഞാൻ തൽക്കാലം ഇതിനെ എ എന്നിട്ടു, ഇതിനെ ബി എന്നിട്ടു. ആദ്യമേ മനസ്സിലാക്കുക, ഈ സ്റ്റാർച്ച് ഉണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റിൻ്റെ പേരാണ് അയോഡിൻ ടെസ്റ്റ്. എന്ത്? അയോഡിൻ ടെസ്റ്റ്. അപ്പോൾ ഈ 2 ടെസ്റ്റ് ട്യൂബായിട്ട് നമ്മൾ അധ്യാപകൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ടെസ്റ്റ് ട്യൂബിൽ ഓൾറെഡി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, സൊല്യൂഷൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എയിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്, ബിയിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ എയിലാണോ ബിയിലാണോ സൊല്യൂഷൻ ഉള്ളത് എന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനകത്തേക്ക് അയോഡിൻ സൊല്യൂഷൻ ഉറ്റിക്കുന്നു. ഇതിനകത്തേക്ക് അയോഡിൻ സൊല്യൂഷൻ ഉറ്റിച്ചു, ബിയിനകത്തേക്ക് അയോഡിൻ സൊല്യൂഷൻ ഉറ്റിച്ചു. അയോഡിൻ സൊല്യൂഷൻ ഉറ്റിച്ചതിന് ശേഷം ഈ 2 ടെസ്റ്റ് ട്യൂബും നന്നായിട്ട് ഷേക്ക് ചെയ്യുക. ഷേക്ക് ചെയ്ത് കഴിഞ്ഞ് മിക്സ് ചെയ്യുക. സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ ഏത് സാമ്പിളാണ്, ഏത് ടെസ്റ്റ് ട്യൂബിലാണോ സ്റ്റാർച്ച് ഉള്ളത്, ആ സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ അതിന് എന്ത് കളറായിരിക്കും അറിയാം സുഹൃത്തുക്കളെ? ഡീപ്പ് ബ്ലൂ കളറായിരിക്കും. ഒരു മിനിറ്റ്, ഡീപ്പ് ബ്ലൂ കളറായിരിക്കും. ഒരു മിനിറ്റ്, ഡീപ്പ് ബ്ലൂ കളർ വരയ്ക്കാൻ പോവാണ്. ഡീപ്പ് ബ്ലൂ കളർ. ഈ കളറല്ല, കുറച്ചും കൂടി ഡാർക്ക് ഡീപ്പ് ബ്ലൂ കളറായിരിക്കും വരിക. ഡാർക്ക് ഡീപ്പ് ബ്ലൂ കളർ. ഇതിലിപ്പോൾ ഏതാണ് ഈ ഡാർക്ക് ഡീപ്പ് ബ്ലൂ കളർ? കാണുന്നില്ലല്ലോ. ഓക്കെ, ഡാർക്ക് ഡീപ്പ് ബ്ലൂ കളറായിരിക്കും. മറ്റതിന് കളർ ഉണ്ടാവില്ല. ഈ സാമ്പിൾ ബിയിൽ സ്റ്റാർച്ചില്ല, അപ്പോൾ അതിനെന്തുണ്ടാവില്ല? കളർ ഉണ്ടാവില്ല. അപ്പം വായിക്കൂ, ഇതെങ്ങനെ എഴുതാം? നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം ഹെഡിങ് എഴുതുക, ടെസ്റ്റ് ഫോർ സ്റ്റാർച്ച് എന്നുള്ള ഹെഡ്. അപ്പോൾ എന്താ നമ്മൾ ചെയ്ത്? 2 ടെസ്റ്റ് ട്യൂബ് എടുത്തു. ടെസ്റ്റ് ട്യൂബിൽ ഒന്നിൽ സ്റ്റാർച്ച് ഉണ്ട്, ഒന്നിൽ സ്റ്റാർച്ച് ഇല്ല. നമുക്ക് ഏത് ടെസ്റ്റ് ട്യൂബിലാണെന്ന് അറിയില്ല. നമ്മൾ അതിലേക്ക് എന്ത് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്? അയോഡിൻ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അതിലേക്ക് എന്ത് സൊല്യൂഷൻ ഒഴിച്ചു? അയോഡിൻ സൊല്യൂഷൻ ഒഴിച്ചു. 2ലേക്കും ഒഴിച്ചു. എന്തൊഴിച്ചു? നമ്മളെന്ത് 2 or 3 ഡ്രോപ്പ് അയോഡിൻ സൊല്യൂഷൻ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഷേക്ക് ചെയ്തു. ഷേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? നന്നായി അതിൻ്റെ കളർ ഒബ്സർവ് ചെയ്തു. സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ അതിന് എന്ത് കളറായിരിക്കും? ഡാർക്ക് ബ്ലൂ കളറായിരിക്കും. ഡാർക്ക് ബ്ലൂ കളർ ഇല്ലേ? നോ കളർ ചേഞ്ച് ആണെങ്കിൽ ആബ്സെൻസ് ഓഫ് സ്റ്റാർച്ച് ആയിരിക്കും. ഡാർക്ക് ബ്ലൂ കളർ ഉണ്ടോ? ഏത് ടെസ്റ്റ് ട്യൂബിലാണ് ഡാർക്ക് ബ്ലൂ കണ്ടത്? അതിനകത്ത് എന്തുണ്ട് എന്നുള്ളതാണ്? സ്റ്റാർച്ച് ഉണ്ട് എന്നുള്ളതാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതെങ്ങനെയാണ് പരീക്ഷയ്ക്ക് എഴുതുക? പരീക്ഷയ്ക്ക് എഴുതുന്നതിന് വേണ്ടി എങ്ങനെ എഴുതുക കാണിച്ചു തരാം. ആദ്യം ഹെഡിങ് എഴുതുക, ടെസ്റ്റ് ഫോർ സ്റ്റാർ. ക്വസ്റ്റ്യൻ നമ്പർ എഴുതാൻ മറക്കരുത്. ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ്? 10. ടെസ്റ്റ് ഫോർ സ്റ്റാർച്ച്. എന്നിട്ട് ആദ്യത്തെ ഹെഡിങ് എഴുതുക, ടെസ്റ്റ് ഫോർ സ്റ്റാർച്ച്. ഹെഡിങ്ങിന് ശേഷം എഴുതുക സാമ്പിൾ എ. അത് എഴുതാൻ മറക്കരുത്, സാമ്പിൾ എ. അങ്ങനെ സാമ്പിൾ എ എന്ന് എഴുതി 3 കോളം വരക്കുക. 3 കോളം വരക്കുക. 3 എക്സ്പെരിമെൻറ്റ്. ആദ്യത്തെ കോളത്തിൽ എക്സ്പെരിമെൻറ്റ്, രണ്ടാമത്തെ കോളത്തിൽ ഒബ്സർവേഷൻ, മൂന്നാമത്തെ കോളത്തിൽ ഇൻഫറൻസ്. അപ്പോൾ സാമ്പിൾ എയിൽ ഞാൻ എന്താണ് ചെയ്തത് എന്നാണ് എക്സ്പെരിമെൻറ്റിൽ എഴുതുന്നത്. വായിച്ചു നോക്കൂ. അയോഡിൻ ടെസ്റ്റ്. To 2 ml of the given solution, add 2 drops of iodine solution and shake well to mix. തന്നിരിക്കുന്ന സാമ്പിൾ എ സൊല്യൂഷനിലേക്ക് 1-2 ഡ്രോപ്പ് അയോഡിൻ സൊല്യൂഷൻ ഒഴിച്ചു, ഷേക്ക് ചെയ്തു. എന്താണ് നമ്മൾ കണ്ടത്? അതാണ് ഒബ്സർവേഷനിൽ എന്താ കണ്ടത്? ഡാർക്ക് ബ്ലൂ കളർ. എന്താ നമുക്ക് അനുമാനിച്ചത്? എന്ത് നമുക്ക് മനസ്സിലായി? പ്രസൻസ് ഓഫ് സ്റ്റാർച്ച്. അത്ര എഴുതിയാൽ മതി. ഈ പിങ്ക് കളറിൽ വരച്ച ബോക്സ് മാത്രം വരച്ചാൽ മതി. എന്നിട്ടോ അടുത്ത ഹെഡിങ് എഴുതുക, സാമ്പിൾ ബി എഴുതുക. അടിയത്തെ ടെസ്റ്റ് എഴുതരുത്. അടിയത്തെ ടെസ്റ്റ് എഴുതേണ്ട ഒരാവശ്യമില്ല. ഇത് എഴുതേണ്ട ഒരാവശ്യമില്ല. അടുത്ത ഹെഡിങ് എഴുതുക, സാമ്പിൾ ബി. എന്ത്? സാമ്പിൾ ബി. 3 കോളം ഇതേപോലെ വരക്കുക. എക്സ്പെരിമെൻറ്റ്, ഒബ്സർവേഷൻ, ഇൻഫറൻസ്, അല്ലെങ്കിൽ പ്രൊസീജിയർ, ഒബ്സർവേഷൻ, ഇൻഫറൻസ്. എന്നിട്ടും സാമ്പിൾ ബിയിൽ നമ്മൾ എന്താ ചെയ്ത്? സാമ്പിൾ എയിൽ ചെയ്ത സെയിം ടെസ്റ്റ് തന്നെ. To the 2 ml of the given solution, add 2 drops of the iodine solution, shake well, no color change, absence of starch. അപ്പോൾ പ്രൊസീജിയർ എഴുതി. എന്നതിന് ശേഷം റിസൾട്ട് വായിക്കൂ. ദ ഗിവൺ സാമ്പിൾ എ ഈ സ്റ്റാർ. തന്നിരിക്കുന്ന ഏൽ എന്തുണ്ട്? സ്റ്റാർച്ച് ഉണ്ട്. ഇത്രയും കാര്യം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി? മാർക്കായി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി എന്തുകൊണ്ടാണ് ഈ സ്റ്റാർച്ചിന് അയോഡിൻ സൊല്യൂഷൻ വയ്ക്കുമ്പോൾ ബ്ലൂ കളർ വരുന്നത് എന്നുള്ളതിൻ്റെ തിയറി ഞാൻ പറഞ്ഞുതരാം. സ്റ്റാർച്ചിന് ഹെലിക്കൽ സ്ട്രക്ചറാണ്. സ്റ്റാർച്ചിന് എന്ത് സ്ട്രക്ചറാണ്? ഹെലിക്കൽ സ്ട്രക്ചറാണ്. ഇതിലേക്ക് എന്താ ഞാൻ ആഡ് ചെയ്ത്? അയോഡിൻ. അപ്പോൾ ഈ അയോഡിൻ എന്ത് ചെയ്യും അറിയോ? ഈ ഹെലിക്കൽ പാർട്ടിൽ, ഈ കോയിൽ ചെയ്തിരിക്കുന്ന ഭാഗത്ത് പോയിട്ട് അയോഡിൻ പോയിട്ട് ഹോൾഡ് ചെയ്യും. അപ്പോൾ ഈ സ്റ്റാർച്ചിന് ഈ വളഞ്ഞിരിക്കുന്ന ഈ ഹെലിക്കൽ പോർഷനിൽ പോയിട്ട് ആര് ഹോൾഡ് ചെയ്യും? അയോഡിൻ ഹോൾഡ് ചെയ്യും. അപ്പോൾ സ്റ്റാർച്ച് അയോഡിൻ കോംപ്ലക്സ് ഉണ്ടാവും. ഈ സ്റ്റാർച്ച് അയോഡിൻ കോംപ്ലക്സിന് എന്ത് കളറാണ്? ഡാർക്ക് ബ്ലൂ കളറാണ്. ഇത്രയേ ഉള്ളൂ എന്തിൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത്? സ്റ്റാർച്ചിൻ്റെ ടെസ്റ്റ്. അപ്പോൾ ഒന്നുകൂടിയും പറയാം, സ്റ്റാർച്ചിൻ്റെ ടെസ്റ്റ് എന്താണ്? നമുക്ക് 2 ടെസ്റ്റ് നമുക്ക് ഓൾറെഡി തന്നിരിക്കും. സ്റ്റാർച്ചിൻ്റെ ടെസ്റ്റ് സാമ്പിൾ എ തന്നു, സാമ്പിൾ ബി തന്നു. ഇതിൽ ഏതിലാണ് സ്റ്റാർച്ച് എന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് 2 ടെസ്റ്റ് ട്യൂബ് കിട്ടില്ലേ? ടെസ്റ്റ് ട്യൂബ് 1, ടെസ്റ്റ് ട്യൂബ് 2 തന്നിരിക്കുന്നു. ഇതിൽ സൊല്യൂഷൻ ഉണ്ട്, ഇതിൽ സൊല്യൂഷൻ ഉണ്ട്. ഇതിലേക്ക് ഞാൻ എന്തുറ്റിച്ചു? അയോഡിൻ സൊല്യൂഷൻ ഇറ്റിച്ചു. ഇതിലേക്ക് അയോഡിൻ സൊല്യൂഷൻ ഇറ്റിച്ചു. ഷെയ്ക്ക് ചെയ്തു. ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതിലാണോ സ്റ്റാർച്ച് ഉള്ളത് അതിന് ഡാർക്ക് ബ്ലൂ കളർ വരും. എന്ത് കളർ? ഡാർക്ക് ബ്ലൂ കളർ. ഡീപ്പ് ഡാർക്ക് ബ്ലൂ കളർ ഇങ്ങനെ വരും. ഈ കളറല്ല, ഡാർക്ക് കളർ ആയിരിക്കും. അച്ചത്ത ഞാനിപ്പോൾ കാണിച്ചു തരാം. ഡാർക്ക് ബ്ലൂ കളർ സ്ക്രീനിൽ ഇപ്പോൾ കാണാം. ഡാർക്ക് ബ്ലൂ കളർ വരും. ഡാർക്ക് ബ്ലൂ കളറും വരും. ഓക്കെ, ഒരു മിനിറ്റ്. ഡാർക്ക് ബ്ലൂ കളർ വരും.
ഡാർക്ക് ബ്ലൂ കളർ അയഡിൻ സൊല്യൂഷൻ ഇട്ടിച്ചു. ഏതിലാണോ ബ്ലൂ പിന്നെ സ്റ്റാർച്ച് ഉള്ളത് അതിൽ ഡാർക്ക് ബ്ലൂ കളറും, മറ്റതിലോ നോ കളർ ചേഞ്ച്. അത് നമ്മൾ കോളങ്ങളാക്കി എഴുതും. ആദ്യം ഹെഡിങ് എഴുതുക. എന്താ ഹെഡിങ് എഴുതേണ്ടത്? ടെസ്റ്റ് ഫോർ സ്റ്റാർച്ച് എഴുതുക. എന്നിട്ട് അടുത്ത ഹെഡിങ് എഴുതുക, സാമ്പിൾ എ എന്ന് എഴുതുക, സാമ്പിൾ എ. എന്നിട്ട് അടിവരയിടുക, 3 കോളം വരയ്ക്കുക. എക്സ്പെരിമെൻറ്റ്, ഒബ്സർവേഷൻ, ഇൻഫറൻസ് എഴുതുക. എക്സ്പെരിമെൻറ്റിന് പകരം പ്രൊസീജിയർ എന്ന് എഴുതിയാൽ മതി. എന്നിട്ട് എന്താ സാമ്പിൾ അതിൽ ചെയ്ത് എഴുതുക? iodine test to 2 ml of the given solution, add 2 drops of the iodine solution, shake well to mix. Observation എന്താ? a dark blue color appear, presence of starch. അല്ലേ? അടിയത്തെ ടെസ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത് സാമ്പിൾ ബി എഴുതുക, 3 കോളം വരയ്ക്കുക. പ്രൊസീജിയർ, ഒബ്സർവേഷൻ, ഇൻഫറൻസ്. മുകളിൽ പറഞ്ഞ സെയിം ടെസ്റ്റ് എഴുതുക. ഐഡിൻ ടെസ്റ്റ്, ടേക്ക് 2 ml of the given solution, add 2 drops of the iodine solution, no color change, absence of star. എന്നിട്ട് റിസൾട്ട് എഴുതാൻ മറക്കരുത്. റിസൾട്ട് എഴുതാൻ മറക്കരുത്. അരമാർക്കാണ്. ഏതിലാണ് സ്റ്റാർച്ച് കണ്ടത്? സാമ്പിൾ എ കണ്ടെയ്ൻ സ്റ്റാർച്ച് എന്ന് എഴുതുക. ക്ലിയർ ആയല്ലോ? ഇനി ഇതല്ലാതെ വേറെ വല്ല കൺഫർമേറ്ററി ടെസ്റ്റ് അറിയോ നിങ്ങളോട് ചോദിക്കും. വൈവി ആണെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ട്യൂബായിട്ട് അധ്യാപകൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അധ്യാപകനോട് പറഞ്ഞു, സാർ സാമ്പിളിൽ ഡാർക്ക് ബ്ലൂ കളർ കണ്ടു, അത് ബ്ലൂ കളറാണ്, സോ ഇതിൽ സ്റ്റാർച്ച് ഉണ്ട്, മറ്റതിൽ നോ കളർ ചേഞ്ച് സാമ്പിൾ ബിയിൽ, അപ്പോൾ ഏലാണ് സ്റ്റാർച്ച് ഉള്ളത് എന്ന് മനസ്സിലായി എന്ന് പറയും. അപ്പോൾ നിനക്ക് വേറെ വല്ല ടെസ്റ്റും അയഡിൻ്റെ ടെസ്റ്റ് അറിയോ എന്ന് ചോദിച്ചാൽ പറയാം. നമുക്ക് ഈ ഡാർക്ക് ബ്ലൂ കളർ കിട്ടിയല്ലോ, ഒരു ടെസ്റ്റ് ട്യൂബിൽ ഡാർക്ക് ബ്ലൂ കളർ കിട്ടിയല്ലോ, ഇല്ലേ? സ്റ്റാർച്ചുള്ള ടെസ്റ്റ്. ഇത് നന്നായിട്ട് ചൂടാക്കുക. ഏത് സ്റ്റാർച്ച് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായ, ആ ഡാർക്ക് ബ്ലൂ കളർ കിട്ടിയ സ്റ്റാർച്ച് ഉണ്ടെന്ന് മനസ്സിലായ സംഭവമല്ലേ? അത് നന്നായിട്ട് ചൂടാക്കി എന്ത് സംഭവിക്കറിയോ? ചൂടാക്കുമ്പം ഇതിൻ്റെ കളറ് ഡിസപ്പിയർ ആവും. ഡിസപ്പിയർ ആവും. തണുക്കുമ്പം ആ കളർ എന്ത് ചെയ്യും? വീണ്ടും വരും. അതാണ് രണ്ടാമത്തെ ടെസ്റ്റ്, ഹീറ്റ് ടെസ്റ്റ്. അത് വൈവക്കൊക്കെ സാധ്യതയുള്ളൂ. ഒന്നാലും ചില ആൾക്കാർ ചോദിക്കാറൊന്നുമില്ല. വൈക്ക് ദ എബോവ് സൊല്യൂഷൻ ഈസ് ഹീറ്റഡ്, ദ ബ്ലൂ കളർ ഡിസപ്പിയേഴ്സ് ഓൺ ഹീറ്റിംഗ് ആൻഡ് റിയപ്പിയേഴ്സ് ഓൺ കൂളിംഗ്, പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് കൺഫേംഡ് എന്നാണ്. അപ്പോൾ ഇത് എഴുതേണ്ട ആവശ്യമില്ല. ഇത് മനസ്സിൽ വെച്ചാൽ മതി. സ്റ്റാർച്ച് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ആ ഡാർക്ക് ബ്ലൂ കളർ, ഡീപ്പ് ബ്ലൂ കളർ വന്ന ആ സാമ്പിൾ സൊല്യൂഷൻ ചൂടാക്കുമ്പോൾ കളർ ഡിസപ്പിയർ ചെയ്യും, തണുക്കുമ്പോൾ കളർ വരും. എന്തുകൊണ്ടാണ് സ്റ്റാർച്ചിന് അയഡിൻ സൊല്യൂഷൻ വയ്ക്കുമ്പോൾ ബ്ലൂ കളർ വന്ന്? സ്റ്റാർച്ചിന് എന്ത് സ്ട്രക്ചറാണ്? ഹെലിക്കൽ സ്ട്രക്ചറാണ്. അതിനിടെ ആര് പോയി നിൽക്കും? അയോഡിൻ പോയി നിൽക്കും. സോ ഇറ്റ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് സ്റ്റാർച്ച് അയഡിൻ കോംപ്ലക്സ് ദാറ്റ് ഈസ് ഡാർക്ക് ബ്ലൂ ഇൻ കളർ. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇതോടുകൂടി ഈ വീഡിയോ ലെസൺ അവസാനിക്കുന്നു. ഈ വീഡിയോ ലെസണിൽ ക്വസ്റ്റ്യൻ നമ്പർ 10 ടെസ്റ്റ് ഫോർ സ്റ്റാർച്ച് പഠിച്ചു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ടെസ്റ്റ് ഫോർ പ്രോട്ടീൻ പഠിക്കാം. ടേക്ക് കെയർ. ബൈ.